പ്രിയൻ, തമിഴ്നാട്ടിലെ 2 മന്ത്രിമാർ രാജിവെച്ചിരിക്കുകയാണ് DMK-യിൽ. ഒരാൾ ഒരു അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടും മറ്റൊരാളൊരു സ്ത്രീവിരുദ്ധ പരാമർശവുമായി ബന്ധപ്പെട്ടും. കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം കണ്ടുപഠിക്കേണ്ട ഒരു മാതൃക കൂടിയാണിത്. എങ്ങനെ കാണുന്നു അതിനെ? അതായത് കേരളത്തിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോഴത്തേക്കും തമിഴ്നാട് ഫാർ ബെറ്റർ ആണെന്ന് പറയേണ്ടി വരും. പക്ഷേ ഒരു കാര്യമുണ്ട്, കേരളത്തിലെ ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നത് ഒന്ന് ഭരണഘടന വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയത് കൊണ്ടാണ്. ഭരണഘടനയ്ക്കെതിരെയും രാജ്യത്തിനെതിരെയും അറിയാമല്ലോ, സജി ചെറിയാൻ്റെ പരാമർശം, അത് ഞാൻ രാജിവെച്ചത്. അല്ലാതെ നമ്മുടെ മന്ത്രിമാരൊന്നും അടുത്ത കാലത്തൊന്നും രാജിവെച്ചിട്ടൊന്നുമില്ല. പിന്നെ സ്വജനപക്ഷപാതത്തിൻ്റെ ഭാഗമായിട്ട് നെപ്പോട്ടിസം ചെയ്തതിൻ്റെ പേരിൽ EP ജയരാജൻ കേരളത്തിൽ കഴിഞ്ഞ മന്ത്രിസഭയിൽ രാജിവെച്ചു. ഈ മന്ത്രിസഭയിൽ അങ്ങനെ സജി ചെറിയാനല്ലാതെ മറ്റൊരു രാജിയും വന്നിട്ടില്ല. പക്ഷേ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. പൊന്മുടിയും സെന്തിൽ ബാലാജിയാണ് രാജിവെച്ചത്. കോയമ്പത്തൂർ അടക്കമുള്ള കൊങ്കുനാട് മേഖല പിടിയിലാക്കാൻ DMK നോക്കുന്നതിനിടയ്ക്കാണ് ഈ തിരിച്ചടി എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. അതായത് 1 വർഷമാണ് ഇനി തമിഴ്നാട് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. അപ്പോൾ അവിടെ എത്രമാത്രം സ്വാധീനം ചെലുത്താം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിൽ DMKയ്ക്ക് വലിയ കണക്കുകൂട്ടലുണ്ട്. ഈ കണക്കുകൂട്ടൽ അപ്പാടെ തെറ്റിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി വിധി വരുന്നത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ. ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് പിടിച്ചു വയ്ക്കാൻ പിന്നെ കഴിഞ്ഞില്ല. അങ്ങനെയാണ് സെന്തിൽ ബാലാജി ഈ EDയുടെ അന്വേഷണവും കൂടെ വന്നതോടുകൂടി കഴിഞ്ഞ രാജിവെക്കുന്നത്. രാജിവെച്ച് ജയിലിലായിട്ട് തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും വൻ സ്വീകരണമാണ്. അഴിമതി കേസിലകത്ത് പോയി ഇറങ്ങുന്ന ഇയാൾക്ക് നമ്മുടെ കേരളത്തിൽ മെൻസ് അസോസിയേഷൻ അല്ലേ, അവർ ഈ പീഡകന്മാർക്കൊക്കെ ജയിലിൻ്റെ മുന്നിൽ സ്വീകരണം കൊടുക്കും. അമ്മാതെ അതുപോലെ വലിയ സ്വീകരണം മാലയൊക്കെ ഇട്ട് സ്വീകരിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പഴയ വകുപ്പുകൾ തന്നെ കൊടുത്ത് വീണ്ടും മന്ത്രിസഭയിലേക്ക് വന്നു. ഇതുപോലെയാണ് പൊന്മുടി സ്ത്രീ വിരുദ്ധ ഹിന്ദു വിരുദ്ധ പരാമർശങ്ങളെല്ലാം നടത്തിയതോടുകൂടിയാണ് ഈ പറയുന്ന ഇയാൾക്കെതിരെ വലിയ പ്രതിഷേധം തമിഴ്നാട്ടിലുണ്ടായി. സ്ത്രീ വിരുദ്ധ പരാമർശത്തിൽ കനിമൊഴി തന്നെ ഇയാൾക്കെതിരെ രംഗത്ത് വന്നു, പരസ്യമായിട്ട് പ്രതികരിച്ചു, വൻ വിമർശനം ഉന്നയിച്ചു. അങ്ങനെ വന്നപ്പോൾ ഇതിനെ പിടിച്ചു വയ്ക്കാൻ പറ്റാതെയാണ് ഈ പൊന്മുടി രാജിവെക്കുന്നത്. ഇങ്ങനെ വലിയ പ്രതിസന്ധിയിലേക്കാണ് DMK പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഭരണം കൊണ്ടൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അതായത് DMK ജയലളിതയുടെ മരണശേഷം എടപ്പാടി പളനിസ്വാമിയും ഈ കൂട്ടരും എല്ലാം കൂടെ ഭരണത്തിൽ വന്നു. അവിടെ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടായില്ല. ജയലളിത ഭരിച്ചിരുന്നതിനേക്കാൾ മോശം സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. DMK ഒരു പരാജയമായി മാറിയപ്പോൾ വേറെ ഗത്യന്തരമില്ലാതെയാണ് അപ്പോൾ കണ്ട ഒരു ഹീറോ ആയിട്ട് കണ്ട് ഈ സ്റ്റാലിനെ പിടിച്ച് ആക്കുന്ന. അല്ലാതെ സ്റ്റാലിന് വലിയ പാഠമോ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഭരണത്തിൽ എന്തെങ്കിലും മുൻപരിചയമോ ഒന്നുമില്ല. ഉണ്ടായിരുന്നു ഈ DMKയുടെ മുൻഭരണ കാലഘട്ടങ്ങളിലാണെന്നുള്ളൂ. DMK അങ്ങ് നാമാവശേഷമാകുന്ന സ്ഥിതി എത്തിയിട്ടാണ് ഈ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും തിരിച്ചുവരവ് നടത്തിയത്. ഈ തിരിച്ചുവരവിൽ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. അതായത് സ്റ്റാലിൻ അധികാരത്തിലെത്തുന്നു, ഒരു സുതാര്യവും സ്റ്റേബിളുമായിട്ടുള്ള ഭരണം ഉണ്ടാകുന്നു, ഒരു നേതാവിൻ്റെ കീഴിലേക്ക് പോകുന്നു. പക്ഷേ ഈ പ്രതീക്ഷകളെല്ലാം താളം തെറ്റിച്ചുകൊണ്ടാണ് സ്റ്റാലിൻ ഭരണം തുടങ്ങിയത്. സ്റ്റാലിൻ്റെ പ്രധാനപ്പെട്ട എതിരാളി കേന്ദ്ര സർക്കാരാണ്, അല്ലാതെ വികസന കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ നമുക്കറിയാം അമ്മ ക്യാൻറ്റീൻ, തമിഴ്നാട്ടിൽ എവിടെ പോയാലും ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടുന്ന സ്ഥലമായിരുന്നു അമ്മ കാഫേ. ഈ ജയലളിതയുടെ നേതൃത്വത്തിൽ തുടങ്ങിയതാണ്. ആ സമയത്ത് ഒരുപാട് നേട്ടങ്ങൾ, പല സൗജന്യങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും തമിഴ്നാട്ടിൽ ജനങ്ങൾക്ക് വൻ ജനസ്വീകാര്യതയുണ്ടായിരുന്നു ജയലളിതയ്ക്കും ADMKയും. കാരണം ഒരുപാട് സൗജന്യങ്ങൾ കൊടുത്തിരുന്നു. അത് മാത്രവുമല്ല, തമിഴ്നാടിൻ്റെ ഒരു സുസ്ഥിരമായ സാഹചര്യത്തിലേക്ക് നയിക്കാൻ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക് സഹായങ്ങൾ നൽകാനൊക്കെ ജയലളിതയുടെ സർക്കാർ പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ ഇൻഷുറൻസ് പദ്ധതികൾ കൊണ്ടുവരിക, നൂതനമായിട്ടുള്ള പല വികസന പദ്ധതികൾക്ക് നേതൃത്വം നൽകുക, തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ പല പ്രാവർത്തികമായി വരുന്ന ഈ കാലഘട്ടത്തിലാണെങ്കിലും. പക്ഷേ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീ സുരക്ഷയിൽ ജയലളിത വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നേതാവായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം. ആ കാര്യത്തിൽ പെൺകുട്ടികൾ സൈക്കിൾ നൽകുക, ലാപ്ടോപ്പ് നൽകുക, മൊബൈൽ നൽകുക, TV നൽകുക, ഈ പറയുന്ന സ്കൂളുകളുടെ വികസനമൊക്കെ ഏറ്റവും കൂടുതൽ യാഥാർത്ഥ്യമായത് ജയലളിതയുടെ കാലഘട്ടത്തിലാണ്. ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളുകളിൽ പലതിലും ഫണ്ടിങ് ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. ഈ കാരണം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ഇരട്ട സഹോദരനെ പോലെയാണ് സ്റ്റാലിൻ. ഈ പറയുന്ന ഡബിൾ ചങ്കനെങ്കിലും ഈ കേന്ദ്ര സർക്കാരിനെതിരെ അടികൂടുക, ആ രാഷ്ട്രീയം എടുത്ത് പ്രയോഗിക്കുക എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് വികസന പരിപാടി. അത് മാത്രമല്ല, ഒരു നഗര കേന്ദ്രീകൃതമായി മാത്രമേ വികസനമുള്ളൂ. നമ്മൾ തമിഴ്നാട്ടിൻ്റെ പല മേഖലകളിൽ ഞാൻ പോകാറുള്ളതാണ്. ഗ്രാമീണ മേഖലകളിലൊക്കെ തന്നെ വികസനം തൊട്ട് തീണ്ടിയിട്ടില്ല. അതെ, അതുപോലെ ഈ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയെ ബാധിക്കുന്ന, തമിഴ്നാട് കാർഷിക വൃത്തിയെ കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ്.
ആ സമൂഹത്തിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് DMKയുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച വന്നിട്ടുണ്ട്. കാരണം ഉദയനിധി സ്റ്റാലിനെ പോലുള്ള ആൾക്കാർ പുതിയ ജനറേഷൻ ആവശ്യം വ്യവസായം ഈ പറയുന്ന ഇൻഡസ്ട്രീസ് ആണെന്നുള്ളതിന് വെച്ചിട്ട് ഇൻഡസ്ട്രീസിനെ പ്രോത്സാഹിപ്പിക്കാനും പല കമ്പനികളെ കൊണ്ടുവരാനും ഒക്കെ തുടങ്ങി. ഇത് പല സ്ഥലങ്ങളിലും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ മേഖലയിലേക്ക് കൊണ്ടുവന്ന അനാവശ്യ പരിഷ്കാരങ്ങൾ ടെക്സ്റ്റൈൽ തനത് മേഖലയായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ പിന്നോട്ടടിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. നമുക്കറിയാം ഈ ഫെർട്ടിലൈസേഴ്സിൻ്റെയൊക്കെ ആവശ്യത്തിനുള്ള ഒരു ഉപയോഗവും അനാവശ്യത്തിലുള്ള ഉപയോഗവും ഒക്കെ ഉണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ വില വൻ രീതിയിൽ കുതിച്ചു കയറിയതോടുകൂടി, അതായത് വളമടക്കമുള്ള കാര്യങ്ങൾക്കകത്ത് വില കുതിച്ചു കയറിയപ്പോൾ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കേരളത്തിൽ ഈ വില എന്തുകൊണ്ടാണ് വളത്തിൻ്റെ വില ബാധിക്കാത്തതെന്നറിയാമോ? കാരണം കേരളത്തിലെ കൃഷി വളരെ കുറവായതുകൊണ്ടാണ്. പിന്നെ ഈ ജൈവ കൃഷി എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പുകൾ നടക്കുന്നതുകൊണ്ടും കേരളത്തിൽ കാര്യമായി കൃഷിയില്ലാത്തതുകൊണ്ടും നമ്മൾ പൂർണ്ണമായും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നതുകൊണ്ടും നിലവിലെ അവസ്ഥയിൽ കേരളത്തിന് ഈ വളത്തിൻ്റെ വിലക്കയറ്റം ബാധിക്കുന്നത്. പക്ഷേ തമിഴ്നാട് അങ്ങനെയല്ല. വളത്തിനുണ്ടായ വിലക്കയറ്റം വലിയ തോതിൽ തമിഴ്നാടിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ പരിഹാരം കാണാനായിട്ട് ഈ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിമർശനമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു മന്ത്രിസഭയിലേക്ക് DMK തിരിച്ചെത്തിയിട്ടുണ്ട്. അത് മനോ തങ്കരാജാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മനോ തങ്കരാജ് ഈ മന്ത്രിമാരുടെ രാജിയെ തുടർന്ന് തിരിച്ചെത്തുന്നത്. പുനഃസംഘടനയുടെ ഭാഗമായി കന്യാകുമാരി പത്മനാഭപുരം MLA ആണ്. അത് കേരളത്തിൻ്റെ ബോർഡറിൽ കിടക്കുന്ന ആളാണ് മനോ തങ്കരാജ്. നേരത്തെ IT, ക്ഷീരവികസനം എന്നീ വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു. എന്നാൽ പ്രകടനം മോശമായതിൻ്റെ പേരിൽ 2027 സെപ്റ്റംബറിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ടു. ഇന്ന് വൈകിട്ട് വീണ്ടും സത്യപ്രതിജ്ഞയാണ് മനോ തങ്കരാജിൻ്റെ. നിലവിൽ ക്ഷീരവികസന മന്ത്രിയായ RS രാജകണ്ണപ്പന് പൊന്മുടി കൈകാര്യം ചെയ്തിരുന്ന വനം വകുപ്പിൻ്റെ ചുമതല നൽകി. മനോ തങ്കരാജിന് ക്ഷീരവികസനം ലഭിച്ചേക്കുമെന്നാണ് സൂചന. സെന്തിൽ ബാലാജി വഹിച്ചിരുന്ന വൈദ്യുതി വകുപ്പ് ഗതാഗത മന്ത്രി SS ശിവശങ്കറിനും എക്സൈസ് വകുപ്പ് ഭവന വകുപ്പ് മുത്തുസ്വാമിക്കും കൈമാറി. സെന്തിൽ ബാലാജി നേരത്തെ ജയിലിലായിരുന്നപ്പോഴും മുത്തുസ്വാമിക്കാണ് എക്സൈസ് വകുപ്പ് കൈമാറിയത്. അതായത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പുറത്തേക്ക് വരുന്നില്ലെങ്കിലും DMKയിൽ ഗണ്യമായ തോതിൽ അഴിമതി നടക്കുന്നുണ്ട് ഈ പറയുന്ന സ്റ്റാലിൻ മന്ത്രിസഭയിൽ എന്നുള്ളത് സുവ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. പല കാര്യങ്ങളും പുറത്തു വരാത്തതുകൊണ്ട് അത് അന്വേഷണത്തിൽ കാലം മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അത് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൽക്കാലം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുന്നെങ്കിലും അണ്ണാ DMK വലിയ കരുത്തോടുകൂടി ഈ സമയത്ത് തിരിച്ചെത്തുകയാണ്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മന്ത്രിമാരുടെ രാജിയിൽ DMK അണ്ണാമലൈ കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതെ, അതായത് BJPയുടെ ദേശീയ നേതൃത്വത്തേക്ക് ഉയർത്തിക്കാട്ടി തമിഴ്നാടിൻ്റെ നേതൃസ്ഥാനത്തേക്കാണ് അണ്ണാമലയെ BJP കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ ADMKയുമായിട്ട് കൈകോർക്കാൻ എല്ലാ പദ്ധതികളും BJP അവിടെ ഒരുക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJP ADMK സഖ്യം നിർണായക ശക്തിയാകുമെന്നുള്ളതിൽ സംശയമില്ല. അണ്ണാ DMK നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നതും വലിയ തോതിലുള്ള സ്വീകാര്യത വർദ്ധിപ്പിക്കും. കേന്ദ്രമന്ത്രിയാവുകയാണെങ്കിൽ അണ്ണാമലയ്ക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പുനഃസംഘടന വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കേന്ദ്രമന്ത്രി കൂടിയായ തമിഴ്നാട്ടുകാരനായ അണ്ണാമലയ്ക്ക് ഉണ്ടാകുന്ന സ്വീകാര്യത 2026 തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ BJPക്ക് ഗുണകരമാകും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.